നമസ്കാരം. പ്രധാന വാർത്തകൾ. അർജുൻ പാണ്ഡ്യൻ പുതിയ തൃശൂർ ജില്ലാ കളക്ടർ. പുതിയ കളക്ടർ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. നിയമനം VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ. ഷൊർണൂർ ചുടുവാളത്തൂർ മേഖലയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ റെയിൽവേയെ പഴിചാരി നഗരസഭ. അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾ വെള്ളത്തിന്റെ അസ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയെന്ന് ആക്ഷേപം. നഗരസഭയുടെ പരാതി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമെന്ന് BJP. ശക്തമായ മഴയിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. തൃശൂരിൽ ഹെറോയിനുമായി അസം നാഗോൺ സ്വദേശി അറസ്റ്റിൽ. 1.11 ഗ്രാം ഹെറോയിനുമായി പിടിയിലായത് 30 വയസ്സുള്ള ഒമർ അലി. പ്രതിയെ പിടികൂടിയത് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും പേരാമംഗലം പോലീസും ചേർന്ന്. കുന്നംകുളം പഴുന്നാനയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ആലുവ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ പട്ടാമ്പി കൊപ്പം സ്വദേശിയായ യുവാവ് മരിച്ചു. മരിച്ചത് കൊപ്പം പുതുമന തുരുത്തിങ്ങൽ വീട്ടിൽ അജിത്. അപകടം ബുധനാഴ്ച പുലർച്ചെ. H1N1 ബാധിച്ച് പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പുകടിയേറ്റു. പാമ്പുകടിയേറ്റത് പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിക്ക്. പാഞ്ഞാൾ തൊഴിൽപ്പാടത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. പാഞ്ഞാൾ പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത നിലയിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പതിവാകുന്നു. പാലക്കാട് ജില്ലയിൽ SSLC പാസായ 4500ഓളം വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഉപരിപഠനം നിഷേധിക്കുകയാണെന്ന് നാഷണൽ ജനതാദൾ. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. വിദ്യാഭ്യാസം മൌലികാവകാശമായ നാട്ടിൽ കുട്ടികൾക്ക് പഠന സൌകര്യമൊരുക്കാൻ കഴിയാത്ത LDF സർക്കാർ പരിപൂർണ പരാജയമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ. നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷവും പരിവർത്തനം ചെയ്യപ്പെടാത്ത ഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ സർക്കാർ അനുമതി നൽകണമെന്ന് KSKTU. കേന്ദ്ര നയങ്ങൾ മൂലം കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധികൾ യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനം 20-21 തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത്. വാർത്തകൾ വിശദമായി. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ് അർജുൻ പാണ്ഡ്യൻ. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ശബരിമല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഴ ശക്തമാകുമ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മാമ്പറ്റക്കുണ്ട റോഡിൽ വെള്ളം കയറുന്നത് ആശങ്ക പരത്തുന്നു. ചൊവ്വാഴ്ച പ്രദേശത്ത് ഒരാൾ ഉയരത്തിലാണ് വെള്ളം കയറിയത്. ബുധനാഴ്ച മഴയുടെ ശക്തി അല്പം കുറഞ്ഞതോടെ വെള്ളമിറങ്ങിയെങ്കിലും മഴപ്പേടിയിലാണ് പാതയോരത്തെ 15ഓളം കുടുംബങ്ങൾ. 2 ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ മാമ്പറ്റക്കുണ്ട് റോഡിൽ ഒരാൾ ഉയരത്തിൽ വെള്ളം കയറിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കുടുംബങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളം റോഡിൽ നിന്ന് ഇറങ്ങി. റെയിൽവേ സ്ഥലത്ത് ആരംഭിച്ച പുതിയ പ്രവൃത്തിയാണ് പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പ്രവൃത്തി കഴിഞ്ഞതോടെ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതായിരിക്കുകയാണ്. ഒരു മഴക്കാലത്തും ഇങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനിയും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ 15ഓളം വീടുകൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അധികാരികൾ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് 15ഓളം കുടുംബങ്ങളുടെ ആവശ്യം. ഇവിടെ ഇപ്പോൾ ഈ റെയിൽവേൻ്റെ പുതിയതായിട്ടുള്ള പണി തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഉള്ളത്. ഇവിടെ ഈ വെള്ളം ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോൾ ഓവുചാൽ പോകുന്നത് അവരുടെ പണി കഴിഞ്ഞതിന് ശേഷം മണ്ണിൻ്റെ അടിയിലാണ്. പിന്നെ വെള്ളം പോകാൻ സാധ്യതയില്ലല്ലോ. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കൂടുതലായ വെള്ളം വീടുകളിലേക്ക് കയറൂലേ? കൂടുതലായ വീടുകൾ 10-16 വീടുകളോളം ഉണ്ട്. വീടുകളിലേക്ക് കയറും. മഴ തുടങ്ങിയിട്ടില്ല. മഴ ഇനിയിപ്പോൾ കൂടുതലായാൽ ഇത് സംഭവിക്കും.
ഷൊർണൂർ സർവീസ് ബാങ്കിന്റെ പ്രഭാത സായാഹ്ന ശാഖ കോമ്പൗണ്ടിലും വെള്ളം കയറിയിരുന്നു. പ്രശ്നം റെയിൽവേ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, K ഉണ്ണിനന്ദനൻ, രാമചന്ദ്രൻ എന്നിവരും ചെയർമാനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ മഴ പെയ്താലുടൻ വെള്ളക്കെട്ടുണ്ടാകുന്നത് നഗരസഭയുടെ അനാസ്ഥ മൂലമെന്ന് BJP. വെള്ളക്കെട്ടിന് റെയിൽവേയെ പഴിചാരി മുഖം രക്ഷിക്കാനുള്ള നഗരസഭാ ചെയർമാന്റെ നടപടി അപഹാസ്യമാണെന്ന് BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ പറഞ്ഞു. ശക്തമായ മഴയിൽ നഗരസഭയിലെ ചുടുവാലത്തൂർ വെസ്റ്റിൽ ഉൾപ്പെടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയ സംഭവത്തിൽ റെയിൽവേക്ക് മേൽ കുറ്റം ചുമത്തി തടിയൂരാനുള്ള നഗരസഭയുടെ നീക്കം നിർഭാഗ്യകരമാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ചുടുവാലത്തൂരിൽ വെള്ളം കയറിയത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച തോടിൻ്റെ അശാസ്ത്രീയ നിർമ്മിതി മൂലമാണെന്ന് ചെയർമാൻ ആരോപിച്ചിരുന്നതായി BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ആരോപണം ബാലിശമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുണ്ടെങ്കിൽ റെയിൽവേക്കെതിരെ പരാതി നൽകാൻ ചെയർമാൻ തയ്യാറാകണമെന്നും സ്ഥലം സന്ദർശിച്ച MP സതീഷ് കുമാർ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായത്. കാരണം നഗരസഭാ ചെയർമാൻ എന്നിട്ട് അത് റെയിൽവേയുടെ മേലിൽ പഴിചാരുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും റെയിൽവേ നിർമ്മിച്ച അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ നിർമ്മിച്ച തോട് 2.5 മീറ്റർ വീതിയുണ്ടാവും. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിൽ റോഡിൻ്റെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പിൻ്റെ വട്ടം വെറും 2 അടി വിസ്തീർണം മാത്രമേ ഉള്ളൂ. ഈ ഇപ്പുറത്തുള്ള ചാലിന് ഏതാണ്ട് 1.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഇവിടെ എത്തിപ്പെട്ട് അവിടേക്ക് പോകുന്ന സമയത്താണ് വെള്ളം വളരെ കുറച്ച് ഡെപ്തിലാണ് വെള്ളം അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ കുറേ വർഷങ്ങൾക്ക് ഏതാണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ അമൃത് പദ്ധതി പണി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നഗരസഭാ ചെയർമാനെയും മുനിസിപ്പൽ സെക്രട്ടറിയെയും എല്ലാം വിളിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ചാല് വലിയ രീതിയിൽ മാറ്റം വരുത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അതൊന്നും മാനദണ്ഡത്തിലെടുക്കാതെ അതിനൊന്നും ഒരു പണിയും ചെയ്യാതെ ചെയർമാൻ ഇപ്പോൾ ഈ മഴക്കെടുതി വന്നപ്പോൾ കുറ്റം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേയുടെയും ഭാഗത്ത് കൊണ്ടുപോയി നിർത്തി റെയിൽവേയാണ് കുറ്റക്കാർ, അമൃത് പദ്ധതിയാണ് കുറ്റക്കാർ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. അത് തികച്ചും യാഥാർത്ഥ്യമല്ല. ചെയർമാൻ പറയുന്നത് വെറും കൊള്ളത്തരമാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്. 2.5 മീറ്റർ വീതിയിലും തുല്യമായ നീളത്തോടും കൂടിയാണ് റെയിൽവേ തോടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ തോട്ടിലേക്ക് വരുന്ന വെള്ളം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡിന് കുറുകെ സ്ഥാപിച്ച ചെറിയ പൈപ്പിലൂടെയാണ്. വെള്ളം വരുന്ന ഭാഗത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതും സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായിട്ടുണ്ടെന്ന് BJP നേതാക്കൾ പറഞ്ഞു. മഴക്കാലത്തിനു മുമ്പ് തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും വാർഡ് കൗൺസിലർ ലേഖ രമേശ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് നടപടിയുണ്ടായില്ല. സൗത്ത് നമ്പ്രം റോഡിൽ വെള്ളം കയറിയത് റെയിൽവേ റോഡ് പൊളിച്ചതിനാലാണെന്നാണ് ആരോപണം. റെയിൽവേയുടെ പാലത്തിന്മേൽ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ക്രെയിനുകൾ കൊണ്ടുപോകുന്നതിനാണ് കൊച്ചിൻ പാലത്തിന് താഴെ നമ്പ്രം റോഡ് മണ്ണുമാന്തി ഉപയോഗിച്ച് താഴ്ത്തി ക്രെയിൻ പോകുന്ന സ്ഥിതിയിലാക്കിയത്. ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കരാറുകാരൻ നഗരസഭയെ രേഖാമൂലം അറിയിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. റോഡ് പൊളിക്കുന്നതിന് അനുമതി നൽകിയ ചെയർമാൻ ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന ഭാവം നടിക്കുന്നത് ഭരണാധികാരിക്ക് ചേർന്ന നടപടിയല്ലെന്നും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലയിൽ SSLC പാസ്സായ 4500ഓളം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ പാലക്കാട്ട് നാഷണൽ ജനതാദൾ പ്രതിഷേധം. പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. വിദ്യാഭ്യാസം മൗലികാവകാശമായ നാട്ടിൽ കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കാൻ കഴിയാത്ത LDF സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ കുറ്റപ്പെടുത്തി. +1 പാലക്കാട് ജില്ലയിൽ ഉടനടി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ ജനതാദൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കളക്ടറേറ്റിന് മുന്നിൽ കത്തിച്ചത്. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയായിരുന്നു പ്രതിഷേധം. ഗവൺമെന്റും വിദ്യാഭ്യാസ മന്ത്രിയും വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ജനതാദളും യുവജനതാദളും അടക്കമുള്ള വിവിധ പ്രതിപക്ഷ സംഘടനകൾ കേരളത്തിന്റെ തെരുവീതികളിൽ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില ജില്ലകളിൽ മാത്രം
താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും കരുതിയിരുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ, ഭാരവാഹികളായ KS ജെയിംസ്, A വിൻസെന്റ്, KJ നൈനാൻ, KJ ഫ്രാൻസിസ്, MA സുൽത്താൻ, MM വർഗീസ്, R സൂര്യരാജ്, ഹംസ ചെമ്മനം, ശശി വർമ്മ, മഹിളാ ജനത ജില്ലാ പ്രസിഡന്റ് S വിജയലക്ഷ്മി, കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് പാച്ചറാണി ഹരിദാസ്, നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നടരാജൻ എലവഞ്ചേരി, നീലാവർണീസ റാഫി, KU ഇർഷാദ്, ഗോപാലകൃഷ്ണൻ, R രാജേഷ് വണ്ടാഴി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലുവ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ കൊപ്പം സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. കൊപ്പം പുതുമന തുരുത്തിങ്ങൽ വീട്ടിൽ അജിത്താണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അജിത്ത് സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വർഷങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തിൽ അജിത്തിന്റെ പിതാവ് അരവിന്ദനും മരണപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പുകടിയേറ്റു. പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിക്കാണ് പാമ്പുകടിയേറ്റത്. പനി ബാധിച്ച മകളുമായി കഴിഞ്ഞ ദിവസമാണ് ഗായത്രി ആശുപത്രിയിലെത്തിയത്. പരിശോധനയ്ക്കായി മകളുടെ യൂറിൻ ശേഖരിക്കുന്നതിനിടെ നിലത്തുവീണ യൂറിൻ വൃത്തിയാക്കാൻ ചൂലെടുക്കുന്നതിനിടെയാണ് ഗായത്രിയെ പാമ്പ് കടിച്ചത്. സ്ത്രീകളുടെ വാർഡിൽ നിന്ന് പാമ്പ് കടിയേറ്റ യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറ്റൂർ ആശുപത്രിയിലെ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനം യഥാസമയം നടക്കാറില്ലെന്നും ആശുപത്രി പെരിച്ചാഴിയുടെയും എലികളുടെയും വിഹാര കേന്ദ്രമാണെന്നും ആരോപണമുണ്ട്. ഉച്ചയോടെ പാമ്പുകടിയേറ്റ ഗായത്രിയെ ബന്ധുക്കളാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ ഗായത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. തൊഴുപ്പാടം സ്വദേശികളായ 50 വയസ്സുള്ള ഷാഹുൽ ഹമീദ്, 55 വയസ്സുള്ള വിജയൻ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റ ഇരുവരും ചുയലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ തുടർ ചികിത്സ തേടി. ഷാഹുൽ ഹമീദും വിജയനും തൊഴിപ്പാടം സെന്ററിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തുന്നത്. സവാരിയില്ലാത്ത ദിവസങ്ങളിൽ കൂലിപ്പണി ചെയ്തു വരുന്ന ഷാഹുൽ ഹമീദിന് ജോലിസ്ഥലത്ത് വെച്ചാണ് കാലിൽ പട്ടിയുടെ കടിയേൽക്കുന്നത്. ഓട്ടോറിക്ഷയുമായി റോഡിൽ നിൽക്കുന്ന സമയത്താണ് വിജയന് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജലബജറ്റിന്റെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു ശില്പശാല. നവകേരളം കർമ്മ പദ്ധതിയിലെ ഹരിത കേരളം മിഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജലബജറ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സൈദരവി വിഷയാവതരണം നടത്തി. വർഷത്തിന്റെ ഭാഗമായിട്ട് ഭൂജലമായിട്ട് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്നത് ഇങ്ങനെ ഉള്ള ജലലഭ്യതയുടെ 81.91%, അതായത് 80% ഈ ഭൂഗർഭ ജലമായിട്ട് സംഭരിപ്പിക്കപ്പെടുന്ന ജലം എന്ന് പറയുന്നത് മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ്. ഈ 5530 എന്ന് പറയുന്ന MCM-ന്റെ കണക്കിൽ 80%, 840, അതായത് 4400 MCM ജലം എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന്, മഴയിൽ നിന്ന് മാത്രം കിട്ടുന്ന വെള്ളമാണ്. മൂതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി അധ്യക്ഷയായി. തിരുവേപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ്, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ജോയിന്റ് BDO സരിത, വീരാൻ സാഹിബ്, സുപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷവും പരിവർത്തനം ചെയ്യാത്ത ഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ സർക്കാർ അനുമതി നൽകണമെന്ന് KSKTU പാലക്കാട് ജില്ലാ സെക്രട്ടറി R. ചിന്നക്കുട്ടൻ. ജൂലൈ 20-21 തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന യൂണിയൻ ജില്ലാ സമ്മേളനം കേന്ദ്ര നയങ്ങൾ മൂലം കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധികൾ വിശദമായി ചർച്ച ചെയ്യുമെന്നും R. ചിന്നക്കുട്ടൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1970-കളിൽ 13 ലക്ഷം ഹെക്ടർ കൃഷിസ്ഥലമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് 3 ലക്ഷം ഹെക്ടർ കൃഷിസ്ഥലമാണ്. LDF സർക്കാർ വന്നതിന് ശേഷം 70,000 ഹെക്ടർ തരിശുനിലമാണ് കൃഷിയോഗ്യമാക്കിയത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാതെ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന മൂലമാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഇപ്പോൾ നെൽവയലിൻ്റെ വിസ്തീർണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1970
ഏകദേശം 13 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി കൃഷി ചെയ്തതാണ്. അത് വന്ന് ഈ സന്ദർഭത്തിൽ 3 ലക്ഷത്തിൽ താഴെ, 3 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. LDF ഗവൺമെന്റ് വരുമ്പോൾ 1 ലക്ഷത്തി 2 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഗവൺമെന്റ് വന്ന് കുറെയെല്ലാം തന്നെ തരിശു ഭൂമികൾ കൃഷി ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തതിന്റെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് സബ്സിഡി കൊടുക്കാനുള്ള, അവർക്ക് ഉഴവുകൂലി കൊടുക്കാൻ, സബ്സിഡി കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയതിന്റെ ഫലമായി കുറെയെല്ലാം തന്നെ തരിശു ഭൂമി ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ കൃഷി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 50,000 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ള 70,000 സ്ഥലത്ത് പുതുതായി കൃഷി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നത് KSKTUവിൻ്റെ ഡിമാൻഡാണ്. തൊഴിലാളിക്ഷാമം പരിഹരിക്കാനായി KSKTUവിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിൽ സേനാ രൂപീകരണം സംസ്ഥാന തലത്തിൽ നടന്നുവരികയാണെന്നും ആർ ചിന്നക്കുട്ടൻ പറഞ്ഞു. 20, 21 തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനം യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്നും ആർ ചിന്നക്കുട്ടൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ, ചെയർമാൻ P. അരവിന്ദാക്ഷൻ, കൺവീനർ V. പ്രജീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ഹെറോയിനുമായി അസം സ്വദേശി പോലീസിന്റെ പിടിയിൽ. അസം നാഗോൺ സ്വദേശി 30 വയസ്സുള്ള ഒമർ അലിയാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും പേരാമംഗലം പോലീസും ചേർന്നാണ് പ്രതി അസം നാഗോൺ സ്വദേശി 30 വയസ്സുള്ള ഒമർ അലിയെ പിടികൂടിയത്. 1.11 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. പേരാമംഗലം SI ഫയാസ്, ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ SI ഗോപാലൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, വിപിൻ ദാസ്, വൈശാഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്ര ഭണ്ഡാരം തകർത്ത്. മോഷണ വിവരം അറിയുന്നത് ബുധനാഴ്ച രാവിലെയോടെ. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ക്ഷേത്ര ഓഫീസിലും കൂടാതെ തിടപ്പിള്ളിയിലും സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളാണ് കളവ് പോയിരിക്കുന്നത്. ഭണ്ഡാരങ്ങളെല്ലാം ക്ഷേത്രത്തിന്റെ പിറകിലേക്ക് കൊണ്ടുപോയി തകർത്താണ് പണം അപഹരിച്ചിരിക്കുന്നത്. 4 ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. രാവിലെ ക്ഷേത്രം മാനേജർ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തുടർന്ന് ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിച്ചു. ഞങ്ങൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവത്തിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. പൈങ്കുളം ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചയോടുകൂടെയാണെന്ന് നമ്മൾ കണക്കാക്കുന്നത്, ഒരു മോഷണം ഉണ്ടായി. ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കുത്തി തുറന്ന് അലമാരകളും അതുപോലെ ക്യാഷ് കൗണ്ടറുകളും കുത്തി തുറന്ന് മോഷണം നടത്താനുള്ള ശ്രമം ഉണ്ടായി. ഓഫീസിനകത്ത് അമ്പലത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭണ്ഡാരങ്ങൾ ദിവസവും ക്ഷേത്രത്തിൻ്റെ ഓഫീസിനകത്ത് വെച്ച് പൂട്ടലാണ് പതിവ്. ഭാഗമായിട്ട് ക്ഷേത്രത്തിനകത്ത് വെച്ചിരുന്ന പൂട്ടിയിരുന്ന ഭണ്ഡാരം മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് പോയി ക്ഷേത്രത്തിൻ്റെ പുറകുവശം, കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശം, അവിടെ വെച്ച് കമ്പിപ്പാറകളും മറ്റ് ബലമായി കുത്തി തുറന്ന് ക്ഷേത്ര ഭണ്ഡാരത്തിനകത്തുണ്ടായിരുന്ന പൈസ, ഏതാണ്ട് 15 ദിവസത്തെ ഒരു ഭണ്ഡാര വരവ് ഉണ്ടാവും, ഒരു 8,000 രൂപയോളം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അത് കാരണം ഈ 15 ദിവസത്തെ ഒരു വരുമാനം കണക്കൂട്ടിട്ടാണ് ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അതനുസരിച്ച് അത്രയും മോഷണം പോയിട്ടുണ്ട്. പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാർ വാടകയ്ക്കെടുത്ത് മറിച്ചു വിൽക്കുന്നയാളെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി ഗുരുവായൂരിൽ നിന്നുമാണ് എരുമപ്പെട്ടി സ്വദേശി ജിൽജിത്തിനെ ഷൊർണൂർ പോലീസ് പിടികൂടിയത്. കൂനത്ര സ്വദേശിയുടെ കാർ വാടകയ്ക്കെടുത്ത് തിരികെ നൽകാതിരുന്നത് സംബന്ധിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. കൂനത്ര സ്വദേശി സുബിൻസന്റെ കാർ വാടകയ്ക്കെടുത്ത് തിരികെ നൽകാത്ത കേസിലാണ് ഷൊർണൂർ പോലീസ് പ്രതിയെ പിടികൂടിയത്. കാർ വാടകയ്ക്ക് നൽകുമെന്നറിയുമ്പോൾ അവിടെ എത്തി ഉടമയ്ക്ക് കുറച്ച് പണം നൽകി കാർ കൊണ്ടുപോവുകയും പിന്നീട് നിലവിലുള്ള ഫോൺ നമ്പർ കളയുകയുമാണ് പ്രതിയുടെ രീതി. പിന്നീട് വാടകയ്ക്കെടുത്ത കാർ വിൽക്കുകയാണ് ഇയാൾ ചെയ്യാറുള്ളത്. തൃശൂർ ഒല്ലൂർ സ്റ്റേഷനിലും കോഴിക്കോട് ബാലുശ്ശേരി സ്റ്റേഷനിലും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള കേസുകൾ ജിൽജിത്തിനെതിരെയുണ്ടെന്ന് ഷൊർണൂർ പോലീസ് പറഞ്ഞു. സുബിൻസൺ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് അന്വേഷിച്ചത്. SI M മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K അനിൽകുമാർ, CPOമാരായ T റിയാസ്, ഷിജി, അജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കനത്ത മഴയിൽ മണ്ണൂരിൽ നിർധന കുടുംബം താമസിക്കുന്ന വീട് തകർന്നു. കൊട്ടക്കുന്ന് കിട്ടിങ്ങൽ പള്ളിയാൽ സൈനബയുടെ വീടാണ് തകർന്നത്. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാക്കാനായി. തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സൈനബ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വീട് തകർന്നു കിടക്കുന്നത് കണ്ടത്. വിധവയായ സൈനബയും മകൻ മുസ്തഫയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപകട സമയത്ത് വീട്ടിലാരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം തന്നെ ഒഴിവായി. വീട്ടുപകരണങ്ങളെല്ലാം മണ്ണിനടിയിലായി. 24 വർഷം മുൻപ് നിർമ്മിച്ച വീടാണിത്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും പട്ടികയിൽ 52ാം സ്ഥാനത്താണ് ഇവർ ഇടം പിടിച്ചത്. നിർധന കുടുംബത്തിന് വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. പഞ്ചായത്ത് അംഗം കെ സുനിത സംഭവസ്ഥലം സന്ദർശിച്ചു. ഒന്നാം വാർഡിലെ സൈനബ കെട്ടിങ്ങൽ പള്ളിയിൽ എന്നവരുടെ വീടാണ് ഈ കാണപ്പെടുന്നത്. ഇത് പൂർണ്ണമായും ഒരു ഭാഗം തകർന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. ഇവരുടെ വീട്ടിൽ ഉമ്മയും മോനും മാത്രമാണ് താമസിക്കുന്നത്. വളരെ നിർധനരായ ഒരു കുടുംബമാണ് ഇവർ ലൈഫിൻ്റെ ലിസ്റ്റിൽ 52ാമത്തെ നമ്പർ പ്രകാരമാണ് കിടക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ കാശിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവർക്ക് നല്ലൊരു വീട് വെച്ചാൽ കൊടുക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴ റോഡിൽ വെള്ളം കയറി. കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി ചെറിയ ആംബുലൻസിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ഇതുവഴി വെള്ളം കയറിയതിനാൽ വലിയ ആംബുലൻസിലേക്ക് മാറ്റിയ ശേഷമാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന സാഹചര്യത്തിൽ പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ പെരിയപാലം തോട് കരകവിഞ്ഞൊഴുകിയതോടെ കുഴൽമന്നം പെരിയപാലം തോട്ടുങ്ങൽ പള്ളിയിൽ വെള്ളം കയറി. പള്ളിയിൽ 4 അടിയോളം വെള്ളം ഉയർന്നു. തോട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളം ഉയരാൻ കാരണമായത്. എല്ലാ കാലവർഷക്കാലത്തും കുഴൽമന്നം തോട്ടുങ്ങൽ പള്ളിയിലേക്ക് വെള്ളം കയറുന്നത് പതിവാണ്. കനത്ത മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതോടെ പറളിയിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ സമീപത്തെ ഭിത്തി ഇടിഞ്ഞത് പമ്പ് ഹൌസിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നു. ഭിത്തി ഇടിഞ്ഞത് പദ്ധതിയുടെ പ്രധാന പമ്പിംഗ് ലൈനിനും ഭീഷണി ഉയർത്തുന്നുണ്ട്. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് തേനൂർ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പമ്പിംഗ് ശൃംഖലയുടെ പൈപ്പുകൾ നിലംപതിക്കുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. പഴുന്നാന സ്വദേശികളായ ഫയാസ്, ഷാഫി എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു ലിബീഷ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിന് ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു വഴിയിൽ ബസ് തടഞ്ഞ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ഡ്രൈവറെ മർദ്ദിച്ചത്. യാത്രക്കാരിൽ ആരോ പകർത്തിയ ആക്രമണ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പാവർട്ടിയിൽ നിന്നാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ബാങ്കുർച്ചിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടർ പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 1.5 മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ATM കൗണ്ടറിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത്. നിരവധി തവണ വെള്ളറോഡുള്ള SBI ശാഖ മാനേജറോട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാങ്കുർശിയിലെ ഏക ആശ്രയമാണ് ഈ ATM കൗണ്ടർ. ഇത് പ്രവർത്തിക്കാത്തത് മൂലം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ജനങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പണം പിൻവലിക്കാനായി മാത്രം മാങ്കുർശിയിൽ നിന്ന് 10ഓളം കിലോമീറ്റർ സഞ്ചരിച്ചു വേണം അടുത്ത ATM കൗണ്ടറിലേക്ക് എത്താൻ. 1.5 മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ATM കൗണ്ടറിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത്. മാങ്കുർശിയിൽ ഒരു സ്തൂപമായി നിൽക്കുകയാണ്. അതിന് വേണ്ട ഒരു നടപടി, അതായത് ഒന്നുമില്ലെങ്കിൽ അതിൽ ഇവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ അതിലുള്ള ക്യാഷ് ഇട്ടിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം നടത്തുക എന്ന് മാത്രമേ ഈ നാട്ടുകാർക്ക് പറയാനുള്ളൂ. ആര് തന്നെ പ്രതികരിച്ചാലും അവിടെ മങ്കരയിൽ പോയി SBIയുമായി ബന്ധപ്പെട്ടാലും ഇതിൻ്റെ ടെക്നിക്കൽ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച ശരിയാകും, ഇപ്പം ശരിയാകും എന്നുള്ള രീതിയിലാണ് പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. PH ഷാഹുൽ ഹമീദ്, ഷംസുദ്ദീൻ, TK സുകുമാരൻ, വിഷ്ണു, PP ജോൺ, TG ശിവൻ, VM വേണുഗോപാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അവിടെ ക്യാഷിലാണ്ട് 2-3 തവണ വന്ന സമയത്ത് ഇവിടെ നേരെ മാനേജറായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ടെക്നിക്കൽ വിങ്ങായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് നേരെയാക്കി തരാം എന്നുള്ള നടപടി സ്വീകരിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴും അത് കാണാനില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. H1N1 ബാധിച്ച് മലപ്പുറം പൊന്നാനി സ്വദേശിനി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. പൊന്നാനി തരീക്കണക്കം വീട്ടിൽ
അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ 46 വയസ്സുള്ള സൈഫുനിസയാണ് മരിച്ചത്. പനിയെ തുടർന്ന് ഞായറാഴ്ച കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൈഫുനിസ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മരിച്ചത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ H1N1 സ്ഥിരീകരിച്ചിരുന്നു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സാഹിത്യകാരൻ ഹിരണ്യൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. കവി, സാഹിത്യ വിമർശകൻ, സാഹിത്യ ചരിത്ര പണ്ഡിതൻ, അധ്യാപകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഹിരണ്യൻ പ്രശസ്ത സാഹിത്യകാരി പരേതയായ ഗീത ഹിരണ്യന്റെ ഭർത്താവാണ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. കൺവീനർ PK ശിവദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BDJF ചേലക്കര മണ്ഡലം പ്രസിഡന്റ് VM ധർമ്മബാലൻ, BJP മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, BJP മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം MA രാജു, സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ, K രവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിജി നാരായണൻ, PE മുരളീധരൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം S ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C രാഗേഷ്, സലീഷ ശങ്കർ, U ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുതുതല ശ്രീ അയ്യപ്പൻകാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മുതുതല ശ്രീ അയ്യപ്പൻകാവിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ. യജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജൂലൈ 21 ഞായറാഴ്ച യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. ചെറുതുരുത്തി പുതുശ്ശേരി NSS ആസ്ഥാനം കേന്ദ്രീകരിച്ച് പുതിയ വായനശാലയ്ക്ക് തുടക്കമായി. വായനശാലയുടെ ഉദ്ഘാടനം തലപ്പള്ളി താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് ഋഷികേശ് നിർവഹിച്ചു. രണ്ട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള കുട്ടികൾ ഇവർ പല മേഖലകളിലും കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു നമ്മുടെ സ്നേഹോപഹാരം ദൈവത്തിൻ്റെ വക കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പുണ്യം തന്നെയാണ്. പുതുശ്ശേരി ഭാഗത്ത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും അറിവ് പകരുന്നതിനായി ഒരു വായനശാല ഇല്ലാത്ത അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പുതുശ്ശേരി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വായനശാലയ്ക്ക് തുടക്കം കുറിച്ചത്. പുതുശ്ശേരി SNTTI സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ പുതുശ്ശേരി NSS കരയോഗം പ്രസിഡന്റ് രഞ്ജിത്ത് തൈക്കാട്ട് അധ്യക്ഷനായി. NSS തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ മുഖ്യാതിഥിയായി. വായനശാലയിലേക്കുള്ള ആദ്യ പുസ്തകം അഡ്വക്കേറ്റ് ഋഷികേശിൽ നിന്ന് ഡോക്ടർ സുപ്രിയ ഏറ്റുവാങ്ങി. വായനശാലയിലേക്കുള്ള കരയോഗമംഗങ്ങളുടെ കയ്യിൽ നിന്നുമുള്ള പുസ്തകങ്ങൾ പ്രശസ്ത കലാകാരി കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ ഏറ്റുവാങ്ങി. NSS ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഋഷികേശിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കലാമേഖലയിലും തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആളുകളെ ചടങ്ങിൽ ആദരിച്ചു. NSS പുതുശ്ശേരി യൂണിയൻ സെക്രട്ടറി ഗോപി വെള്ളാരക്കാട്ട്, താലൂക്ക് യൂണിയൻ പ്രതിനിധി മനോജ് തൈക്കാട്ട്, ചെറുതുരുത്തി NSS സെക്രട്ടറി ശങ്കരനാരായണൻ, ട്രഷറർ PN അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അർജുൻ പാണ്ഡ്യൻ പുതിയ തൃശൂർ ജില്ലാ കളക്ടർ. പുതിയ കളക്ടർ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. നിയമനം VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ. ഷൊർണൂർ ചുടുവാളത്തൂർ മേഖലയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ റെയിൽവേയെ പഴിചാരി നഗരസഭ. അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾ വെള്ളത്തിന്റെ അസ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയെന്ന് ആക്ഷേപം. നഗരസഭയുടെ പരാതി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമെന്ന് BJP. ശക്തമായ മഴയിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. തൃശൂരിൽ ഹെറോയിനുമായി അസം നാഗോൺ സ്വദേശി അറസ്റ്റിൽ. 1.11 ഗ്രാം ഹെറോയിനുമായി പിടിയിലായത് 30 വയസ്സുള്ള ഒമർ അലി.
പ്രതിയെ പിടികൂടിയത് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും പേരാമംഗലം പോലീസും ചേർന്ന്. കുന്നംകുളം പഴുന്നാനയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ആലുവ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ പട്ടാമ്പി കൊപ്പം സ്വദേശിയായ യുവാവ് മരിച്ചു. മരിച്ചത് കൊപ്പം പുതുമന തുരുത്തിങ്ങൽ വീട്ടിൽ അജിത്ത്. അപകടം ബുധനാഴ്ച പുലർച്ചെ. H1N1 ബാധിച്ച് പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പുകടിയേറ്റു. പാമ്പുകടിയേറ്റത് പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിക്ക്. പാഞ്ഞാൾ തൊഴിൽപ്പാടത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. പാഞ്ഞാൾ പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത നിലയിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പതിവാകുന്നു. പാലക്കാട് ജില്ലയിൽ SSLC പാസ്സായ 4500ഓളം വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഉപരിപഠനം നിഷേധിക്കുകയാണെന്ന് നാഷണൽ ജനതാദൾ. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു. വിദ്യാഭ്യാസം മൌലികാവകാശമായ നാട്ടിൽ കുട്ടികൾക്ക് പഠന സൌകര്യമൊരുക്കാൻ കഴിയാത്ത LDF സർക്കാർ പരിപൂർണ പരാജയമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ. നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷവും പരിവർത്തനം ചെയ്യപ്പെടാത്ത ഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ സർക്കാർ അനുമതി നൽകണമെന്ന് KSKTU. കേന്ദ്ര നയങ്ങൾ മൂലം കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധികൾ യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനം 20-21 തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.